അഖില ഹാദിയയുടെ കേസിൽ ഞാൻ ഇടപെട്ട് ഹാദിയെ ഹിന്ദു ആക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു പോപ്പുലർ ഫ്രണ്ടുകാർ എനിക്കെതിരെ സുപ്രീം കോടതി പോയിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടുകാർ എനിക്കെതിരെ സുപ്രീം കോടതി പോയി. ദേവസ്വം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് എൻ്റെ അഡ്വക്കേറ്റ് അവിടെ ഉണ്ടായിരുന്നു. എനിക്കും കൂടെ പറയണമെന്ന് പറഞ്ഞു. കപിൽ സിബൽ അവസാനം എനിക്കെതിരെയുള്ള പരാതി പ്രസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മാറ്റി. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഹാദിയയുടെ കാര്യത്തിൽ അന്ന് അത്തരത്തിൽ ഹാദിയക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചാൽ ശരിയാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നു. മതം മാറി എന്ന് പറഞ്ഞു പെങ്കുച്ചിനെ കൊല്ലാൻ പറ്റൂ? അഖില ഹാദിയോട് പലതവണ ഞാൻ പറഞ്ഞു നോക്കി, മോളെ ഗാന്ധിജിയെ വായിക്കുക, വിവേകാനന്ദനെ വായിക്കുക, ശ്രീനാരായണ ഗുരുദേവനെ വായിക്കുക, പലതവണ ഞാൻ പറഞ്ഞു, ചുമ്മാ അല്ല. പക്ഷെ അഖില ഹാദിയ പറഞ്ഞു, ചേട്ടാ എനിക്ക് വളരെ ബോധ്യമുണ്ട്, ഞാൻ മാറി, തിരിച്ചു വരാൻ പറ്റില്ല. ഇനി അതുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അഖില ഹാദിയെ മറ്റേ ജയിലിലിടാൻ പറ്റൂ? ഇനി 10-15 വർഷം ആ കുട്ടിക്ക് വേറെ ഒന്നും ചെയ്യണമെന്ന് പറയാൻ പറ്റൂ? ആ കുട്ടിയെ ഫിസിക്കലി അടക്കം അസോൾട്ട് ചെയ്യുന്ന പല ഇൻസ്റ്റൻസും ഉണ്ടായി. ഞാൻ ഡീറ്റെയിൽസ് പറയുന്നില്ല, അതില്ലാത്തതുകൊണ്ട്. ഞാൻ എന്നിട്ട് ഇനി പറയാൻ പറ്റുന്ന ആൾക്കാരുടെ പേര് പറയാമല്ലോ. ഞാൻ ആദ്യം പോയി കണ്ട ആൾക്കാരിൽ ഒരാൾ നമ്മുടെ ജോസഫൈൻ മാഡമാണ്, വനിതാ കമ്മീഷന്റെ. പിന്നീട് സുപ്രീം കോടതി അന്ന് നിയമിച്ചൊരു ജഡ്ജി ഉണ്ടായിരുന്നു, പേര് ഞാൻ വിട്ടുപോയി, ഇതിന്റെ കമ്മീഷന്റെ ഭാഗമായിട്ടൊക്കെ. അദ്ദേഹത്തിന് മെയിൽ അയച്ചു. ഇവിടുത്തെ 1-2 പ്രമുഖ മാധ്യമ പ്രവർത്തകരെ വന്ന് കണ്ടു. എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് മതം മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കാത്ത വ്യക്തിയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ മതം മാറി യോജിക്കാത്തൊരു വ്യക്തി പിന്നെ എന്തിനാണ് ഈ ഹാദിയുടെ വിഷയത്തിൽ മാത്രം യോജിച്ചത്? പിന്നെ എന്ത് ചെയ്യാൻ പറ്റും?